ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ഇടുന്നു കേട്ടോ. ഞാനൊന്ന് ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല. എന്താണെന്നറിയോ, ഞാൻ ഇന്നലെ രാത്രി എല്ലാം കിടന്നപ്പോൾ എന്നെ ആലോചിച്ചു, നമ്മൾ വയനാടിനൊക്കെ ഇത്രയും പ്രോബ്ലം ആയില്ല, ഇത്ര ദുരന്തം ഉരുൾപൊട്ടൽ സംഭവിച്ചില്ലേ, അതിനെക്കുറിച്ച് എനിക്ക് കുറച്ചൊന്ന് സംസാരിക്കണം തോന്നി. ഓക്കെ, എന്താണെന്നറിയോ, വയനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പം ഞാൻ കേരളത്തിലല്ല. അപ്പം ഇവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ട്രിപ്പ് ആദ്യം പറയുമ്പോൾ വയനാട് എന്നാണ് പറയുക, അല്ലാതെ മൂന്നാർ ഒന്നും പറയില്ല. അപ്പോൾ അത്രയ്ക്കും പ്രകൃതി രമണീയമായൊരു വയനാടിന് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചപ്പോൾ നമുക്ക് അത്രയ്ക്കും ആൾക്കാർ നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ വേദനകളും അത് കാണുമ്പോഴുള്ള സങ്കടവും നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനെ കഴിഞ്ഞും കൂടുതൽ അവിടെ നഷ്ടപ്പെട്ട ആൾക്കാർ മീൻസ് അവരുടെ നഷ്ടപ്പെട്ടവരുടെ ബാലൻസ് ഉള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി. അവർക്ക് മെൻ്റലി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവർക്ക് അവർക്ക് വരില്ല, കണ്ണുനീരില്ല അവർക്ക്. കാരണം നമുക്കങ്ങനെ എന്തെങ്കിലും വിഷമം വരും നമ്മുടെ മനസ്സിലാണ് അതിരിക്കുന്നത്. മനസ്സ് പുറത്തേക്ക് നമുക്ക് എക്സ്പ്രഷൻ ചെയ്യാൻ നമുക്കത് പറ്റില്ല. ഓക്കെ, അപ്പം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ മോട്ടിവേഷൻ ചെയ്യണം അവരെ. കാരണം അവർക്ക് ഇനിയും മുന്നോട്ട് ലൈഫുണ്ട്, അവർക്ക് ഇതല്ല ലൈഫ്, അപ്പോൾ ഇത് മുന്നോട്ട് ഇനിയും ലൈഫുണ്ട്. അതൊക്കെ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു കെട്ടായി, നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നിട്ട് അവർക്ക് ധൈര്യം കൊടുക്കണം, മോട്ടിവേഷൻ ചെയ്യണം, നമുക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ ഇപ്പം നമ്മുടെ വയനാട്ടിലെ അത്രയ്ക്ക് നല്ല ഒരു സ്ഥലം, നമുക്കെല്ലാം വയനാടിനെയൊക്കെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ആ വയനാടെല്ലാം തിരിച്ചെടുക്കണം നമുക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നോക്കി, ഇന്നലെ ഒരു 1.5 ഡേയിലല്ലേ നമ്മൾ ആ പാലം പണിത്, ആ ബ്രിഡ്ജ് പണിത വെച്ച് അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് അവിടെ പറഞ്ഞ മിലിറ്ററിക്കാർക്കൊക്കെ ബിഗ് സല്യൂട്ട്. കാരണം എന്ന് വെച്ചാൽ നോക്കി, അത്രയ്ക്കും അവരുടെയൊക്കെ അവസ്ഥ അപ്പോഴത്തേന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഇരിക്കുന്ന. അത്രയ്ക്കും ബോഡികൾ കിട്ടുമ്പോഴും ഒക്കെ നമുക്ക് ഈ ദൂരെ ഇരുന്ന് ടി വി കാണാൻ, നമുക്ക് ആ ടി വി കാണുമ്പോൾ നമുക്ക് ആ സങ്കടമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് നേരിട്ട് കാണുന്ന അവരുടെയൊക്കെ ഒരു അവസ്ഥ നമ്മളൊന്ന് ഇവിടെ ഇരുന്ന് ആലോചിച്ച് നോക്കണം, എത്ര വേദനാജനകമാണെന്നുള്ള കാര്യം. ഇനിയുള്ളവരാണെങ്കിലും, ഇനിയുള്ള വയനാട്ടിലുള്ള ഇനിയൊരാൾക്കാരാണെങ്കിലും, ഇനി ബാക്കിയുള്ളവരാണെങ്കിൽ പോലും അവിടെ ഇപ്പോൾ ഉള്ള സംഭവിച്ച സ്ഥലത്തിൻ്റെ നിയർ ബൈ ആണെങ്കിൽ പോലും ആരും വീട് വെക്കാനോ അല്ലെങ്കിൽ ഇതെൻ്റെ സ്ഥലമാണ് ഞാൻ പോകുന്നില്ല ഇവിടെ തന്നെയാണ് അങ്ങനെയൊന്നും പറയാതെ നിങ്ങൾക്ക് വേറൊരു സ്ഥലം ഗവൺമെൻറ് എങ്ങനെയെങ്കിലും അതിനെല്ലാം സഹായം ചെയ്ത് നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മാറണം. ഇപ്പം നമ്മൾ എവിടെ ഇരുന്നാലും അപകടം പറ്റില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്ക് പോലും എപ്പോൾ വേണം അപകടം പറ്റാം. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുൾപൊട്ടലല്ല, എർത്ത് ക്വിക്കാണ് വരിക. കാരണം നമ്മുടെ നമ്മുടെ പ്ലേസ് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം നമുക്ക് എവിടെ ഇരുന്നാലും പക്ഷേ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മൾ സേഫാണോ എന്ന് നമ്മളൊന്ന് ചുറ്റും കണ്ണോടിക്കുക. നമ്മൾ എന്തെങ്കിലും അപകടം നമുക്ക് മുന്നിലേ വരുമ്പോൾ ബിഫോറേ നമ്മൾ പറയാം, പ്രകൃതി പറയുന്ന നേരാണെങ്കിൽ പ്രകൃതി നമുക്ക് കാണിച്ചു തരും എന്തെങ്കിലും ഒരു അപകടം വരും. അപ്പം കാരണം ഇതൊക്കെ നമുക്കൊരു എക്സാമ്പിളാണ്. അപ്പം നമ്മൾ അപകടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഇതൊക്കെ നമുക്കുണ്ടാവണം. അതിപ്പം നമ്മൾ ദൈവമൊന്നും അല്ല അറിയാൻ, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വിചാരിക്കും, ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അമ്മ നഷ്ടപ്പെട്ടവർ, അച്ഛനെ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർ, വൈഫിനെ ഭർത്താവിനൊക്കെ നഷ്ടപ്പെട്ടവർ എല്ലാവരും ഉണ്ടാവും. അവരൊക്കെ ധൈര്യമായിട്ടിരിക്കുക. ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലൈഫുണ്ട്, ഇതല്ല. ഇനിയും നിങ്ങൾ ധൈര്യത്തോടെ ഇരുന്നാൽ മാത്രമേ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ പറ്റുന്നുള്ളൂ. ഇതിക്കുള്ളൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അത് ടി വി കണ്ട് നമുക്ക് തന്നെ ഭയങ്കര വിഷമമായി. അപ്പം അവിടെ ഉള്ളവരുടെ ആ വിഷമങ്ങളൊന്നും നമുക്ക് എക്സ്പ്രഷൻ ചെയ്യാനോ പറയാനോ നമുക്ക് കഴിയുന്നില്ല, ഇങ്ങനെ ടി വിയുടെ മുമ്പിലിരുന്ന് പറയാനല്ലാതെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പൊളിറ്റിക്സ് ഒന്നും സംസാരിക്കാൻ പാടില്ല. കാരണം ബ്ലഡ് ഒന്നാണ്, റെഡ് കളർ ബ്ലഡ് അല്ലേ. അങ്ങനെ വിചാരിച്ച് നമ്മളെല്ലാം ചെയ്താൽ മതി, എല്ലാം നമ്മൾ സഹായിച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിൽക്കുള്ളൊന്നും എനിക്ക് പറയാനില്ല. ഹെൽപ്പ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. എല്ലാവർക്കും വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവിടെ സഹായിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.